രോഹിത്, എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? മോള് വന്ന് അച്ഛാന്ന് വിളിച്ചപ്പോ എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എനിക്കങ്ങനെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. കുറെ നാള് ഈ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നതല്ലേ, അതുപോലെ തന്നെയാ എനിക്ക് ആ വീടും. അതും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് അവിടേക്ക് പോകേണ്ടി വരും. എനിക്ക് എല്ലാ സൗഭാഗ്യം തന്നത് ആ വീടാ. അതെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീതാ ഇത് കുടിക്കേ. അവള് എന്റെ മോളാ, എന്റെ മോള്. ആരൊക്കെ എന്തൊക്കെ പറയാലും അവളെന്റെ മോളാ, എന്റെ സ്വന്തം മോള്. ആരൊക്കെ പറഞ്ഞാലും എന്റെ മോളാ, എന്റെ ഭാവി മോള്. ഇവൻ ഇനി കൂട്ടിക്കിടക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇവനെ ഇനി ഇവിടെ കിടത്താൻ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും, പുതിയ തന്ത്രങ്ങൾ. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? അച്ഛൻ വരാന്ന് പറഞ്ഞതല്ലേ? ഒന്നുമില്ല മോളെ, അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തപ്പോ. അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, അച്ഛൻ വരും. ആ സുസ്മിത പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ശാലിനി ഒന്നിച്ചാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. കൊറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ശാരദാമ്മ അമ്മയ്ക്ക് എവിടെ പോയി? ശാരദാമ്മേ, ആദാ വരുന്നു. ശാലിനി, ശാലിനി, ഈ പെണ്ണിത് എവിടെ പോയിരിക്കുക? എപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. ദേ കഴിക്കാൻ എടുത്തു വെച്ചു, ഒന്ന് വന്നേ. ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യേണ്ട പെണ്ണാ. ഏയ് അതൊന്നും കുഴപ്പമില്ലെന്നേ, അവള് വല്ല തിരക്കിലായിരിക്കും. എന്താ കഴിക്കുന്നില്ലേ? എനിക്കൊരാള് വാരിത്തരണം. അത്രേ ഉള്ളോ? അച്ഛൻ വാരിത്തരാലോ. അതെ, മോക്ക് ശാരദാമ്മ വാരിത്തരാം. അച്ഛന് വേഗം കഴിച്ചിട്ട് പോവാനുള്ളതല്ലേ. വേണ്ട, എനിക്കെന്റെ അച്ഛൻ തന്നെ വാരി തന്നാ മതി. മോളെ അച്ഛൻ കഴിക്കട്ടെ. ഏയ് വേണ്ടമ്മേ, ഞാൻ വാരി കൊടുത്തോളാം. അയ്യേ, ഇത്രയും വലിയ കുട്ടിയായിട്ട് അച്ഛൻ വാരി തരണോന്ന് പറയുന്ന വലിയ കഷ്ടാട്ടോ. അതിനെന്റെ അച്ഛൻ എനിക്ക് ഇപ്പഴല്ലേ കിട്ടിയത്. ഓ അത് ശരി. അപ്പൊ പിടിച്ച പിടിയാലെ ഓരോ കൂട്ടം അങ്ങ് ചെയ്യിക്കല്ലേ? പിന്നെ അല്ലാതെ, നിങ്ങൾ അമ്മയും മോളും ഓരോന്ന് പറഞ്ഞ് ഇത്രയും നാള് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ? അല്ലേ അച്ഛാ? അതൊന്നും ഓർമ്മിപ്പിക്കില്ലേ. ഞാന് കുറച്ചുകൂടെ കറി എടുത്തിട്ട് വരാം. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കണം അച്ഛാ. അത്രയ്ക്ക് നമ്മളെ വിഷമിപ്പിച്ചല്ലേ? നിന്റെ ഒരു നാക്ക് കഴിച്ച. ആഹാ അത് ശരി.
അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ മാറിയിരിക്കുവായിരുന്ന? ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന മഹാത്ഭുതങ്ങളാ. അതുകൊണ്ട് ഒന്ന് ചെന്ന് വാങ്ങിക്കാന്ന് വെച്ചത്. എന്നാലേ ഒളിച്ചും പാത്തൊന്നും കഴിക്കണ്ട. ദാ നേരെ തന്നെ തന്നളയാ. ആ ഇനി എനിക്ക് താ അച്ഛാ. അയ്യോ മക്കൾക്ക് തരാടാ. അമ്മ വന്നപ്പോഴേ അച്ഛൻ പെട്ടെന്ന് മറന്നുപോയി. എന്നാ. ആ. ഇന്ന് അടുക്കള കയറിയതും ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ ഞാന്. ഇനി എത്ര നാൾ ഈ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പൊന്നിക്ക് ഇന്ന് വിശ്രമം അനുവദിച്ചുകൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം. പിന്നെ വലിപ്പ് ചെറുപ്പൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി ഇരുന്ന ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. പിള്ള ഇരുന്നാട്ടെ. സത്യമേ, ഞാൻ പിന്നെ ഇരുന്നോളാം. അതൊന്നും പോരാ, പിള്ള ഇരുന്നേ. ഇരിക്കാന്. ഇരിക്കടോ, ഭാമ പറഞ്ഞതല്ലേ, ഇരിക്ക്. ഇരിക്ക്. രേഖട്ട് ഒഴിക്കട്ടെ. കുറച്ച് മതി. പൊന്നി, ചോറെടുത്ത് കൊടുക്ക. പൊന്നി, നീയും ഇരിക്ക്. അല്ല സത്യമേ, ഞാനവിടെ അടുക്കളയില്. ഇരിക്കടി. ഈ വീട്ടിൽ ഇനി അധിക ദിവസങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഉള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷമായിട്ടങ്ങ് കഴിയാം.